കോവിഡ് ടൈമിന്റെ കേസ് പറയുമ്പോൾ ശരിക്കും ആ സമയം ആകുമ്പോഴത്തേക്ക് ഐശ്വര്യ റായിന്റെ ഒരു ആഡ് ഇറങ്ങേണ്ടിയിരുന്നു അല്ലേ പോപ്പീസിന്റെ? തീർച്ചയായിട്ടും. അപ്പൊ അത് അന്ന് ശരിക്കും ആ ഒരു ആഡ് വന്നിരുന്നെങ്കിൽ ഇന്ന് പോപ്പീസ് ഇതിനേക്കാളും കുറെ കൂടി ഹൈ ലെവലിൽ എത്തിയേനെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അത് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ അതിൽ കമന്റ് ചെയ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് റിസ്ക് ഉണ്ടാകുന്നതും ചാലഞ്ചസ് ഉണ്ടാകുന്നത് പോലെ തന്നെ അങ്ങനെ ഞാൻ ചിലപ്പം എന്റെ ബേസ്മെന്റ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നെങ്കിലോ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ചിലപ്പോൾ അന്നത്തെ സമയത്ത് PS1 ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അത് കണ്ടിട്ടാണ് നമ്മൾ PS1 റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത് നമ്മൾ ആ മൂവി ചിലപ്പം കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ഓൾഡ് ആയതുകൊണ്ട് ആ മൂവിയും ഫെയിലിയർ ആയി പോയി. അന്ന് ഞാൻ അത്രയും എമൗണ്ട് കൊടുത്ത് ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നിരുന്നെങ്കിലോ അത് വലിയൊരു ചലഞ്ചായി മാറിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് അതിലും വലിയൊരു ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതിന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഐശ്വര്യനെ ഞങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം വെച്ചാൽ ഐശ്വര്യ എല്ലാ ബ്രാൻഡും എൻഡോഴ്സ് ചെയ്യാറില്ല. അത്രത്തോളം റിസർച്ച് ചെയ്തിട്ട് മാത്രം എൻഡോഴ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു ബച്ചൻ ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് അത്രത്തോളം പണത്തിന് വേണ്ടി മാത്രം നോക്കുന്ന ആളല്ല. അപ്പോൾ അമിതാഭ് ബച്ചൻ ആണെങ്കിൽ പോലും ഒരു ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യണമെങ്കിൽ അത്രത്തോളം സ്റ്റഡി ചെയ്തിട്ട് എൻഡോഴ്സ് ചെയ്യുള്ളൂ. അതിലും കൂടുതൽ ഐശ്വര്യ റിസർച്ച് നടത്തിയിട്ടാണ് അന്ന് ഞങ്ങൾക്ക് എഗ്രി ചെയ്തത് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്.